സ്റ്റോറീസ് ബൈ ശ്രീരാജ് എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡി ഒട്ടുമിക്ക കലാകാരന്മാർക്കും സുപരിചിതമായിരിക്കും. ശോഭനയുടെയും പ്രിയദർശിനി ഗോവിന്ദൻ്റെയും അരങ്ങിലെ ചിത്രങ്ങളുടെ പിന്നിലെ ഛായാഗ്രാഹകൻ ശ്രീരാജ്. അങ്ങനെ ആദ്യമായി 10 വർഷത്തിലേറെയായി ഇതിൽ നിൽക്കുന്നു, ഈ ഫീൽഡിൽ നിൽക്കുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് പിന്നിൽ നിന്നും അങ്ങനെ മുന്നിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീരാജ്. അതും നമ്മുടെ ഷോയിലൂടെ, നറേഷൻസ് വിത്ത് മീര നായർ. ശ്രീരാജ്, വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. താങ്ക് യു സോ മച്ച്. അങ്ങനെ 10 വർഷത്തിലേറെയായി ഒരു 750-ൽ പരം കോൺസേർട്സും ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോഴാണ് എനിക്കൊന്ന് ജനങ്ങളിലേക്ക് മുഖം കാണിക്കുന്നതും അല്ലെങ്കിൽ ആദ്യമായി വരുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത് ആൾക്കാരിലേക്ക് എത്താൻ? ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ വളരെ സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ശ്രീരാജ് എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ. ആരോട് ചോദിച്ചാലും പറയും. പക്ഷേ വരാൻ വൈകിയോ എന്ന് തോന്നുന്നുണ്ടോ? വരാൻ വൈകിയിട്ടുണ്ട്. പക്ഷേ ആദ്യം വേണ്ടാന്ന് വെച്ചിരുന്നത് വർക്ക് കണ്ടിട്ട് വിളിക്കണം അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഫ്ലഡിനിടയ്ക്ക് ബേസിക്കലി ഫേസ് ഇല്ലാത്തതും ഒരു പ്രശ്നമായിട്ട് തോന്നി തുടങ്ങി. എന്ന് വെച്ചാൽ ഫേസ് കാണാത്തതുകൊണ്ട് തന്നെ പലരും തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് ചെന്നൈയിലെ ബാംഗ്ലൂർ പോകുമ്പോൾ വർക്ക് കഴിയുമ്പോഴാണ് പലരും ചോദിക്കുന്നത് അടുത്ത് ഇരുന്നത് ഞാനാണോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തത് ഞാനാണോ. അങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ജസ്റ്റ് ഓക്കെ വൺ ടൈമെങ്കിലും ഫോട്ടോ എങ്കിലും പോസ്റ്റ് ചെയ്യണം. ഞാനും അതാണ് ആലോചിച്ചത്. ആദ്യം ഞാൻ കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴൊക്കെ ഞാനൊരു മിനിമം ഒരു 3 വർഷമായിട്ട് ഞാൻ ശ്രീരാജിൻ്റെ വർക്കുകളെല്ലാം ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്, വളരെ ഇഷ്ടത്തോടെ ഒക്കെ. അപ്പം അന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷേ ഈ ഒരു വ്യക്തി ആരാണ്? ഇപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്ന 1-2 മറ്റ് ഒരു ഡാൻസ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നോക്കി എവിടെയെങ്കിലും അവരൊരു മുഖം കിട്ടും. എനിക്ക് ശ്രീരാജിനെ തപ്പിപ്പറയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം ആരാണ്? അല്ല, ഞാൻ 2 വർഷം മുമ്പ് വെബ്സൈറ്റിൽ ഫോട്ടോ ആഡ് ചെയ്തു. സോ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ വർക്കിന് കോൺടാക്ട് ചെയ്യുമ്പോൾ അതാണ് അയച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് മീറ്റ് ചെയ്യുമ്പോൾ പലരും അറിയുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് അത് എവിടെയെങ്കിലും ഒരു വർക്കിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടോ? വർക്കിനെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പലരും കോൺടാക്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട്, ഫേസ് ഇല്ലാത്തതുകൊണ്ട്. അത് ശരി, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു എന്താ പറയുക, ഡാൻസ് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ് പൊതുവെ ആൾക്കാർ? ഇപ്പം ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ആക്ച്വലി വന്നത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാം എന്നുള്ളത് കൂടുതൽ ആക്റ്റീവായി തുടങ്ങിയത്. പക്ഷേ ആ ഫസ്റ്റ് ടൈം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അറിയുന്നുണ്ടായിരുന്ന ആൾക്കാർ കണ്ടന്റ് നമ്മുടേതാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേജസ് വന്നു. സോ നമ്മുടെ കണ്ടന്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം എടുക്കുന്ന കണ്ടന്റ് ആണെന്ന് പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സോ ഞാനെടുത്ത കണ്ടന്റ് തന്നെ പല പേജസിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേജില്ല, കോട്ടസിയിലൊന്നുമില്ല. ബട്ട് നമ്മുടെ വർക്ക് വേറെ ആൾക്കാർ ക്രിയേറ്റേഴ്സ് അതെ അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വേറെ പേജസിൽ പോകുന്നുണ്ട്. പക്ഷേ ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോഗോയും മിനിമലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പലർക്കും അത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ഇഷ്യൂ വന്നേക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് ശരിക്കും ലോക്ക്ഡൗൺ മുതലാണ് ശരിക്കും ശ്രീരാജിന്റെ കുറച്ചുകൂടെ വർക്കുകളെ ഇതിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യം ഒരു കോണ്ടന്റ്, ഒരു ഡാൻസർ കണക്ട് ചെയ്ത് അത് ഒരു അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ് ശരിക്കും ശ്രീരാജിന്? റീച്ച് കിട്ടിയേക്കുന്നത് ആക്ച്വലി മീര ശ്രീനാരായണനാണ്. മീരയാണ് കൂടുതൽ ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുള്ളതും ഫോളോ ചെയ്തിട്ടുള്ളതും ഇവിടെ കേരളത്തിൽ. പിന്നെ മീനാക്ഷി ശ്രീനിവാസൻ സെക്കൻഡ് ടൈം. അത് ചെന്നൈ, ബാംഗ്ലൂർ അവിടെയാണ് കൂടുതൽ ആദ്യം എടുക്കുന്നത്. പിന്നെ ഇവിടെ സൂര്യ ഫെസ്റ്റിവൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് IT ജോബിൻ്റെ പാരലായിട്ട് സൂര്യ ഫെസ്റ്റിവൽ അത് കവർ ചെയ്തിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് സൂര്യയിൽ വെച്ചിട്ടാണ് പലരെയും മീറ്റ് ചെയ്യുന്നതും എടുക്കാൻ തുടങ്ങുന്നത്. എനിക്കതാണ് ചോദിക്കുന്നത്, ഒരു IT പ്രൊഫഷണലാണ് ശ്രീരാജ് ശരിക്കും. അത് അങ്ങനെ ഒരു IT പ്രൊഫഷണൽ ശരിക്കും ഒരു ഡാൻസ് ഫീൽഡിലേക്ക് ഇഷ്ടം വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിലൊരു ജന്മസിദ്ധമായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ശ്രീരാജ്? ഇല്ല, ഡാൻസ് പഠിച്ചു. പക്ഷേ സ്കൂൾ കോമ്പറ്റീഷൻ ജസ്റ്റ് 1-2 വർഷം അന്ന് ഡാൻസിനോട് ഇഷ്ടമേ ഇല്ലായിരുന്നു. പിന്നെ വന്ന് പഠിച്ചതല്ല, ആക്ച്വലി വീട്ടിലെ ചേച്ചിയും കസിൻസും പഠിക്കാൻ തുടങ്ങി. സോ ആ സമയത്ത് ഞാൻ പോയിന്റ് ഷൂട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. 10th തൊട്ട് ഫോട്ടോ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡാൻസ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത് ഈ കസിൻസിൻ്റെ ഫോട്ടോ, ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെറിയ ക്യാമറയിൽ ഫോട്ടോസ് ഒന്നും കിട്ടുന്നില്ല. മര്യാദയ്ക്ക് കിട്ടാത്തപ്പോഴാണ് ഞാൻ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണം അതാലോചിച്ചു. അപ്പോൾ ആ സമയം പാരലായിട്ട് IT ജോബ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടെക്നോ പാർക്കിലെ ജോബായി. അപ്പോൾ നേരെ അങ്ങോട്ട് ട്രിവാൻഡ്രത്താണെങ്കിൽ ഈ ആർട്ടിൻ്റെ ഒരു ഹബ്ബായിട്ട് തോന്നി. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഈവൻറ്റ്സ്, ഡാൻസ് പ്രോഗ്രാംസ് നടക്കുന്നത് ട്രിവാൻഡ്രമാണ്. സോ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഈവനിങ് നേരത്തെ ലോഗൗട്ട് ചെയ്യുന്നു. ഒരു 5 o'clock കഴിയുമ്പോൾ തന്നെ അടുത്ത വെന്യൂയിലോട്ട് പോകുന്നു.
ആദ്യം കാണുകയായിരുന്നു ചെയ്തത്. ഫസ്റ്റ് ഡാൻസ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി, ജസ്റ്റ് കാണാൻ തുടങ്ങി, പിന്നീട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ശരി. പക്ഷേ ആ സമയത്ത് ലെൻസ് ഇല്ല. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്, ഡാൻസ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നു, നോക്കുന്നു, ചില ഫോട്ടോസ് പോസ്റ്റ് നോക്കുന്നു, പോയി എടുക്കുന്നു, കണ്ടിന്യൂസ് ഷോട്ട് എടുക്കുന്നു, അങ്ങനെ എടുക്കുന്നു. പക്ഷേ ഒരു 2 to 3 years അങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നു, ഡാൻസിൻ്റെ തന്നെ പോസ്റ്റ്. പിന്നീടാണ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആരാണ് ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ ചോദിക്കാൻ തുടങ്ങി. ഏതോ ഒരു 1-2 ആർട്ടിസ്റ്റുകൾ ചോദിച്ചു, എടുത്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു തുടങ്ങി. നെക്സ്റ്റ് ഇയർ ഫെസ്റ്റിവലിന് വേണ്ടി എടുക്കണം. അങ്ങനെ വന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കകാലം എന്ന് പറയുന്നത് അപ് ടു ഒരു 3-4 years ഇത് തന്നെ. ജസ്റ്റ് പെയ്ഡ് വർക്കായിട്ട് തോന്നിയില്ല, ജസ്റ്റ് പാഷൻ ഹോബി എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരിക്കും തുടങ്ങിയത് ഏത് വർഷമാണ്? 2013. അതുവരെ കംപ്ലീറ്റ്ലി ഒരു IT പ്രൊഫഷണലായിട്ട് നിൽക്കുമായിരുന്നു? കംപ്ലീറ്റ് അല്ല, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കേരള ടൂറിസത്തിന് കുറച്ച് ഫോട്ടോസ് കൊടുക്കുന്നുണ്ടായിരുന്നു, കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. ജസ്റ്റ് സൺറൈസ്, സൺസെറ്റ്, പിന്നെ ബീച്ചസ്, ബാക്ക് വാട്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഡാൻസ് ഫോട്ടോഗ്രാഫി പാർട്ട് ടൈം ആയിട്ട് ഈ ജോബിൻ്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെയ്ഡ് അല്ല, ജസ്റ്റ് എൻ്റെ പാഷൻ, ഇഷ്ടത്തിൻ്റെ പുറത്ത് എടുത്താണ്. അത് ഞാൻ ആലോചിച്ചു, ഈ ഇഷ്ടത്തിന് പുറത്ത് അങ്ങനെ തുടങ്ങിയൊരു വ്യക്തി, അങ്ങനെ നൃത്തത്തെ വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ട് പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീരാജ്. പറഞ്ഞിടത്തോളം വെച്ചിട്ട് 2 മാസം മാത്രം പ്രൊഫഷണലി പഠിച്ചിട്ടില്ല, ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം പഠിക്കുന്നു, ജസ്റ്റ് 1-2 വർഷം പഠിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചേച്ചിരെ കണ്ടു അല്ലെ, അങ്ങനെ ഒരറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും ഈ നമ്മൾ പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ഫോട്ടോഗ്രാഫറിനെ വിളിച്ച് നമ്മൾ ഇത് ചെയ്യും, നമുക്ക് അവരിൽ നമുക്കൊരു വിശ്വാസം വരണം. അപ്പം നമുക്ക് അവർക്കത് അറിയാം എന്നുള്ള ഉള്ളിൽ നിന്നൊരു സംഭവം നമുക്ക് തോന്നണമല്ലോ. അപ്പോഴാണ് ഈ വർക്ക് ഇതിലോട്ട് വരിക എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാജിനെ സംബന്ധിച്ച് ശ്രീരാജ് ആ പാഷനെ കംപ്ലീറ്റ്ലി ഒരു 30 years അങ്ങ് ഒരു പ്രൊഫഷൻ ആക്കി തുടങ്ങി. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 3-4 years ആയിട്ട് ഒരു 90% ഡാൻസ് ഫോട്ടോഗ്രാഫി അല്ല വീഡിയോഗ്രാഫി എന്നും പറഞ്ഞ് ഇറങ്ങി തുടങ്ങി. പക്ഷേ എന്നിട്ട് എപ്പോഴെങ്കിലും അതിനെ ഒരു ഇത്രയധികം കോൺസെർട്ട്സ് ഞാൻ കവർ ചെയ്തു എന്നുള്ളത് ഒരു അഹങ്കാരം എന്നുള്ളതിനപ്പുറം അങ്ങനെ അത് ആ ഒരു തലക്കെട്ടിലല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും എടുത്തിട്ടും ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നില്ല എന്നെപ്പോഴെങ്കിലും ശ്രീരാജിനെ തോന്നിയിട്ടുണ്ടോ? ഇത്രയും വർക്കൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും നോക്കി കാണുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കവർ ചെയ്തു. ആക്ച്വലി ഞാൻ ലോക്ക്ഡൗണിന് മുമ്പ് വരെ ഇങ്ങനെ തോന്നിയിരുന്നു. പലർക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, പല ഫോട്ടോസും ഫീച്ചർ ആയിട്ടുണ്ട്, പല മാഗസിൻസ് വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് വന്നിട്ടില്ല. അത് ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ ഇടും, ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നു, എവിടെന്നെങ്കിലും ഇപ്പം ന്യൂസ് ആണെങ്കിലും മാഗസിൻ ആണെങ്കിലും അവർ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, കോട്ടസി ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഫുൾ ഈ ജോബായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങി എന്തുകൊണ്ട് പേര് വരുന്നില്ല. അപ്പോഴാണ് പതുക്കെ ബേസിക്കലി ചാർജ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ പേ ചെയ്യാൻ തുടങ്ങി, സോ അങ്ങനെ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം IT പ്രൊഫഷനിൽ നിന്നിട്ട് കഴിഞ്ഞ ഒരു പോസ്റ്റ് കോവിഡ് ഒരു 90% എനിക്ക് തോന്നുന്നു ശ്രീരാജ് അതിനെ ഒരു പ്രൊഫഷൻ ആക്കി എടുത്തു തുടങ്ങി. ഫോട്ടോഗ്രാഫി, ഡാൻസ് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫി എന്ന് പറയുന്നതിനെ അതായി കൂടുതൽ ഒരു IT പ്രൊഫഷൻ സൈഡ് മാറി നിന്ന് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ. പക്ഷേ അപ്പോഴും ശ്രീരാജിനെ സംബന്ധിച്ച് ഞാൻ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന ഈ ഫീൽഡിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെയോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിനെയോ അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല മറ്റ് ഇപ്പോൾ ഒരു ഡാൻസറിനെ പോലെ. അത്രയും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഒരു ഡാൻസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ എസൻസ് എടുക്കുക എന്ന് പറയും. പല പല ആംഗിളിൽ നിന്ന് നമുക്കൊരു ഫോട്ടോഗ്രാഫർ ആവാം അല്ലേ? അപ്പം അതിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ശ്രീരാജിന് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല ഫോട്ടോഗ്രാഫേഴ്സിന് എന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഡാൻസ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയ്ക്കല്ല, ആക്ച്വലി ഇപ്പം ഡാൻസേഴ്സ് ആണെങ്കിലും ഇപ്പം ഞാൻ ഇന്ന് നാളെ വർക്കിന് വേണ്ടി വിളിക്കുകയാണ്, ഞാൻ വിളിക്കുന്നു, ഞാൻ ചിലപ്പോൾ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആണെങ്കിൽ ഞാൻ ഇന്ന് വിളിച്ചിട്ട് നാളെ ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു, പോകുന്നു, അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയുടെ ഒരു വർക്കിനെ പറ്റിയിട്ടൊരു അപ്രീസിയേഷൻ ഇല്ല, അതിനെപ്പറ്റിയിട്ട് സംസാരിക്കപ്പെടുന്നില്ല. ഡാൻസ് കാണുന്നു, ഫോട്ടോയെ പറ്റി ആ ഒരു ഫോട്ടോയിൽ ഇദ്ദേഹത്തിനെ കാണാൻ എന്ത് ഭംഗി എന്ന് 2 വാക്ക് കമൻറ്റുകളിലൂടെ പറഞ്ഞു പോകുന്നു ആൾക്കാർ. അതിനപ്പുറം ഫോട്ടോഗ്രാഫറിനെ പറ്റിയിട്ടോ അല്ല ആ ഒരു അതിനപ്പുറം ചിത്രത്തെ പറ്റിയിട്ട് സംസാരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ശരിക്കും സോഷ്യൽ മീഡിയയുടെ ഒരു ഔട്ട് ഗ്രോത്ത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത് ആൾക്കാർക്ക് സമയമില്ല, പിന്നെ അധികം കമൻറ്റ് ചെയ്യാനല്ല, ആൾക്കാർ
ശരിക്കും റിവ്യൂ എഴുതിയിടാറില്ല, റിവ്യൂ ചെയ്യാറില്ല. ജസ്റ്റ് ഫോട്ടോ കമൻറ്റ് ചെയ്യുന്നു, ബ്യൂട്ടിഫുൾ, ഹൈ, ലൈക്ക് ചെയ്തു, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് ശരിയാണ് എന്ത് ചെയ്യുന്നു എന്ന് ഡീറ്റെയിൽസ് നോക്കാറില്ല, ഡീറ്റെയിലിംഗ് നോക്കുന്നില്ല. ആക്ച്വലി ആൾക്കാർ കണ്ടന്റ് കാണുന്നു, ജസ്റ്റ് പാസ് ചെയ്യുന്നു എന്നല്ലാണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. അത് തോന്നിയിട്ടുണ്ട്. ഞാൻ അത് ചോദിക്കാനുള്ള വർക്ക് ശ്രദ്ധിക്കുന്നില്ല, അതാണ് ചോദിച്ചത്. വെച്ചാൽ വർക്കിന്റെ ഡീറ്റെയിലിംഗ് നോക്കുന്നില്ല. എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, ബട്ട് വൺ ഓഫ് ദി ഡാൻസ് ഫോട്ടോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യണത്, ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ കീപ്പ് ചെയ്യണത്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ എനിക്ക് ഓഡിയൻസിന് ആ ഒരു ഇത് തന്നെയാണ് കൊടുക്കാൻ തോന്നുന്നത്. സോ ഞാൻ അത്രയും വർക്ക് ചെയ്താലേ എനിക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഓൾമോസ്റ്റ് 90% സ്റ്റേജിലെ ലൈറ്റിങ് ഭയങ്കര മോശമാണ്. സോ അത്രയും വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ കൊണ്ടുവരുന്നുള്ള കാര്യം ആൾക്കാർ ആലോചിക്കുന്നില്ല. അത് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് എനിക്കിത് തോന്നിയത് കൂടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. നമ്മുടെ എഴുത്തുകാരൻ കേരള കലാമണ്ഡലത്തിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ വിശ്വനാഥ് കലാധരൻ സാറിൻ്റെ വിശ്വനാഥ് മാഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അവസാനം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ശോഭനയുടെയും മീനാക്ഷി ശ്രീനിവാസിൻ്റെയും അരങ്ങിലെ ചിത്രങ്ങൾ പിന്നെയും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശ്രീരാജ കൂടിയാണെന്ന് ഓർക്കുക എന്നുള്ളത്. ഒരു ഫോട്ടോഗ്രാഫറിനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു അംഗീകാരമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനപ്പുറം ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ജനങ്ങൾക്കുള്ള, അല്ലെങ്കിൽ അരങ്ങിനെ ഇപ്പോൾ കലാരൂപങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ജനങ്ങൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതെ, അത് എഴുതാൻ കാരണം തന്നെ ഒരു കഥയാണ്. ചങ്ങമ്പുഴ പാർക്കിൽ ഞാൻ ഈവനിങ് ഫോട്ടോഗ്രാഫി ഇഷ്ടംപോലെ ഈവൻറ്റ്സ് നടക്കും. ഞാൻ ചില ദിവസങ്ങളിൽ വെറുതെ പോകും കാണാനായിട്ട്. സോ ഒരു 2-3 years ആയിട്ട് സ്ഥിരം കാണുന്ന ഫേസാണ് കലാധരൻ മാഷിൻ്റെ. അപ്പോൾ മാഷ് ഒരു ദിവസം എൻ്റെ ഫോണിലെ കോൾ വരുമ്പം എൻ്റെ ഫോണിലെ വാൾപേപ്പർ ഒരു ഡാൻസറുടെയാണ് ഇട്ടേക്കുന്നത്, മീനാക്ഷി ശ്രീനിവാസനാണ്. സോ മാഷ് എൻ്റെ ഫോട്ടോ കാണുന്നു, അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്തതാണ്. സോ അന്ന് മാഷ് അന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ 3 years ആയിട്ട് കാണുന്നുണ്ട്, ഞാൻ ഫോട്ടോ എടുക്കുന്നത് മാഷ് കാണുന്നുണ്ട്. പക്ഷെ മാഷ് അന്ന് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് ഇതായത് എടുത്തു എന്ന് ചോദിച്ചു ഫോട്ടോ. അപ്പോൾ ഞാൻ എടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സെറ്റ് ഓഫ് ഫോട്ടോ 3-4 ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കുമോ, മാഷിനൊന്ന് കാണാൻ വേണ്ടിയാണ്. ഞാനൊരു എൻ്റെ ഒരു ഫേവറേറ്റ് 10 ഫോട്ടോസ് അയക്കണം. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ബോധേഡല്ല. ഒരു 1 month കഴിഞ്ഞ് കാണും. മാഷ് ടാഗ് ചെയ്തിട്ട് ഉണക്കില്ല, എനിക്ക് ഫ്രണ്ടാണ് അയച്ചു തന്നത്, മാഷ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിൻ്റെ ഫോട്ടോ അല്ലേ ഫേസ്ബുക്കിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞതെ അങ്ങനെയാണ്. മാഷാണ് ആദ്യമായിട്ടൊരു അതിനെക്കുറിച്ച് ഫോട്ടോ ഒന്ന് നോക്കിയിട്ട് എഴുതുന്ന ഒരാൾ മാഷായിട്ട് തോന്നി. ബാക്കി ഫോട്ടോ കാര്യമായിട്ട് ശ്രദ്ധിക്കണില്ല, എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല. ഒരുപക്ഷെ ശ്രീരാജിന് ഇപ്പം ഇത്രയും വർഷം ഒരു കോണ്ടാക്ട്സ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ശ്രീരാജിന് വരണം എന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 10 ഫോട്ടോഗ്രാഫേഴ്സിനെ എടുത്തിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡാൻസ് ഫോട്ടോഗ്രാഫർ ആവണോ ഫാഷൻ ഫോട്ടോഗ്രാഫർ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്ന അതിലൊരു 5 പേര് മിനിമം അവർ പറയും ഫാഷൻ ഫോട്ടോഗ്രാഫിയിലോട്ട് പോകണം. കാരണം ഡാൻസ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഡെപ്ത് അറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല. അല്ലെ വീഡിയോ എടുക്കാൻ അറിയാവുന്നവർക്ക് ഫോട്ടോ എടുക്കാൻ അറിയണം എന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഒരു പ്രൊഫഷൻ പ്രിസൈസ്ലി അവർക്കൊരു ഫീൽഡ് സെലക്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ അവർ കഴിയുന്നതും ഡാൻസ് മാറി നിൽക്കാൻ ശ്രമിക്കും ഡാൻസിൽ നിന്ന്. കാരണം അവർ നോക്കുമ്പോൾ അമ്പലത്തിൽ വരുന്ന ഏതെങ്കിലും 2 പരിപാടി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കൂടെ ആയിട്ടുള്ള. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് കേരളത്തിൻ്റെ ഒരു നാടിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു കലയെ അംഗീകരിക്കുന്ന രീതി? ഇപ്പം ഞാൻ ചെന്നൈയിൽ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഓഡിയൻസ് എനർജി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ അത് ശ്രീരാജിനെ കുറച്ചുകൂടെ മനസ്സിലാവായിരിക്കും ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം ശ്രീരാജ് മാർഗഴി മഹോത്സവത്തിനൊക്കെ പോയി ചിത്രീകരിക്കാനൊക്കെ പോകുന്ന വ്യക്തിയും കൂടെയാണ് അല്ലേ. ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഇവൻറ്റ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പം സൂര്യ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നിശാഗന്ധി പോലുള്ള കേരളത്തിലെ ഈ പറയുന്ന ഡാൻസ് ഫെസ്റ്റിവൽ ആർട്ട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നതും ഒരു മാർഗഴി ഉത്സവത്തിലോട്ട് പോയി നമുക്ക് ചെയ്യുന്ന ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് ആസ് എ ഫോട്ടോഗ്രാഫർ അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഒന്നാമത് ഓഡിയൻസ് കുറച്ചൊരു എഡ്യൂക്കേറ്റഡാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും. ഈവൻ ബാംഗ്ലൂരും നമ്മൾ കേരളത്തിലാണ് കലകൾ ഒരുപാടുണ്ട്, പക്ഷേ ആളുകൾ കലകളുണ്ട്, പക്ഷേ രസികാസ് കുറവാണ്. കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രസികാസ് കുറവാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റീസിൻ്റെ പരിപാടികൾ ഡാൻസ് പരിപാടികൾക്കാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിക്കുകയും കാണാനുള്ളത്. ഇപ്പം നല്ലൊരു ഡാൻസർ വന്നാൽ പേര് ചോദിച്ചാൽ പോലും ജാനകി രംഗായൻ ആരാന്ന് ചോദിച്ചാൽ അധികം പേർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ പേര് ചോദിച്ചാൽ നന്നായിട്ടറിയാം. അതാണ് അവസ്ഥ നാട്ടിലെ. എനിക്ക് തോന്നുന്നത്
എഡ്യൂക്കേഷൻ നമ്മുടെ അടുത്ത് ആർട്ട് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഡീപ്പായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല. ബേസിക്സ് പോണക്കും നാട്ടിൽ പോലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കോമ്പറ്റീഷനുള്ള പഠിത്തം അല്ലാണ്ട് ഡെപ്തായിട്ട് ആയതും ഡാൻസ് പഠിക്കണില്ല. അരങ്ങേറ്റം കഴിയുന്നു, പെർഫോം ചെയ്യുന്നു എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതോടുകൂടി പെർഫോമൻസ് എൻഡാണ്, അരങ്ങേറ്റത്തോടു കൂടി എൻഡാണ്, കണ്ടിന്യൂ ചെയ്യുന്നില്ല. പക്ഷേ ചെന്നൈ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ അവർ ക്യാരിയറായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ ബാംഗ്ലൂർ കുറച്ചുകൂടെ, ഇപ്പം ഞാൻ ബാംഗ്ലൂരാണുള്ളത്, അപ്പം ബാംഗ്ലൂരിലുള്ള ഇപ്പം ചെന്നൈയിൽ ഞാൻ ഒരു 7-8 വർഷം ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ എനിക്ക് കിട്ടുന്ന ഒരു സത്യം പറഞ്ഞ എനർജി ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ചെന്നൈയിലാണ് കുറച്ചുകൂടെ എനിക്ക് ആർട്ട് ഒരു കൊമേഴ്ഷ്യൽസ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എനർജി, എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടും. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ചെയ്താലും ക്രിറ്റിസൈസ് ചെയ്യാനും നല്ല ആൾക്കാരുണ്ട്. ഇവിടെ എന്ത് ചെയ്താലും നന്നെന്ന് മാത്രമേ പറയും, ക്രിറ്റിസൈസ് കിട്ടില്ല, ഇവിടെ ചെയ്യുന്നില്ല. അപ്പം ഞാനെപ്പോഴും പറയും ബാംഗ്ലൂർ ഒരുപക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്, അപ്പം കേരളമാണോ ബാംഗ്ലൂരാണോ ആർട്ടിൽ വെച്ചിട്ട് എടുക്കാന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി കേരളമാണെന്ന് ഞാൻ പറയും. ഞാൻ പഠിച്ചത് ഇവിടെ, അപ്പം ഇപ്പോഴും ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് എൻ്റെ ഗുരു ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെ പല റീസൺസും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്നിട്ടും കേരള കലാമണ്ഡലമുണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർ അപ്പോഴും നോക്കുന്നത് ചെന്നൈയിലോ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു സ്റ്റാർ കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി പഠിച്ചാൽ മതി. മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, റേവ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ. പക്ഷെ കലാമണ്ഡലം പോലെയൊക്കെയുള്ള അങ്ങനെ പല കാലങ്ങളുണ്ട്, പലതുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്തു പോവാണ്. അത് എന്തുകൊണ്ട് അതിങ്ങനെ വരുന്നു? അല്ലെങ്കിൽ അത് ഒരു വർക്കിലോട്ട് വരുമ്പോഴും അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിലിപ്പം നമ്മുടെ നാട്ടിലെ ഡാൻസും എഡ്യൂക്കേഷനും എല്ലാം ഓക്കെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ ഈവൻ ഒരു സ്റ്റേജ് പോയി നോക്കിയാൽ പോണക്കും എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ അതേ പറയാൻ പറ്റും. സ്റ്റേജ് ലൈറ്റിങ് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇപ്പോഴും നന്നായിട്ട് ചെയ്യില്ല. ഫ്ലെക്സും ബൈക്കിലെ ഫ്ലെക്സ് വെക്കുക, അല്ലെങ്കിൽ മറ്റേ സാധാ ലൈറ്റുകൾ യൂസ് ചെയ്യുക, അല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു ഡാൻസിൻ്റെ സ്റ്റേജ് ഇവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശ്നം. സ്റ്റേജ് ലൈറ്റും സ്റ്റേജ് എസ്തറ്റിക്സിനെ കുറിച്ച് ആൾക്കാരും ബോധേഡല്ല. എല്ലാം ഓഡിറ്റോറിയം വന്നാലും എല്ലാവരും ഈ ഡാൻസ് സ്കൂളിൻ്റെ പേര് ഉൾപ്പെടെ പേര് പബ്ലിസൈസ് ചെയ്യാനാണ് നോക്കുക. കുട്ടികളുടെ ഡാൻസ് അല്ല ഇവിടെ പബ്ലിസൈസ് ചെയ്യുന്നത്, ഡാൻസ് സ്കൂളിൻ്റെ നെയിമാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിംഗ്. അത് പറയുന്നത് ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഈസി ആക്കാൻ. ഇപ്പം ഞാനൊരു പോസ്റ്റ് നേരത്തെ എഴുതിയിട്ടുണ്ട് ഈ രംഗ സ്റ്റേജിന്റെ എസ്തറ്റിക്സിനെ ലൈറ്റിങ്ങിനെ കുറിച്ച്. പക്ഷെ അതിന് ഒരുപാട് പേര്, എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയ പോസ്റ്റാണ്. ഒരുപാട് പേര് നല്ല പൊങ്കാലിട്ടു, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയല്ലേ പറയണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോട്ടോ വിറ്റ് ക്യാഷ് ആക്കാൻ വേണ്ടിയല്ലേ? ആക്ച്വലി അങ്ങനെ ഒരുപാട് പേര്. പക്ഷെ എനിക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് എന്ത് വേണേൽ ചെയ്യാം. ഇപ്പോൾ ഒരാളെ ഒബ്ജക്റ്റ് പോലെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പ് എടുത്ത് മാറ്റി ഒബ്ജക്ട് റെക്കഗ്നിഷനും ഇഷ്ടംപോലെ AI വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തും കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈവൻ ഫ്ലെക്സ് ഉള്ള സ്റ്റേജ് ആണെങ്കിലും കട്ട് ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലയൻസിന്. പക്ഷേ കാണുന്നതിൻ്റെ ബുദ്ധിമുട്ടിനാണ്, കാണാനുള്ളൊരു ഇതിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അത് കൊടുക്കില്ല. നമ്മുടെ നാട്ടിൽ ഈവൻ ഗുരുവായൂരാണെങ്കിലും മേൽപ്പത്തൂർ നല്ലൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ ആൾക്കാർ ഇതുപോലെ തന്നെ ഫ്ലെക്സും ഇല്ലാണ്ട് നല്ലൊരു സ്റ്റേജും ലൈറ്റിംഗ് ഉള്ള സ്റ്റേജാണ്, അവിടെയും ഫ്ലെക്സ് വെക്കും. പക്ഷേ ഫ്ലെക്സ് വെക്കാൻ വേറെ വഴിയുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല. നമുക്ക് സൈഡിൽ വെക്കാം, ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് സ്റ്റാൻഡിക്കകത്ത് സൈഡിൽ കൊണ്ടുവെക്കാം. ഇതൊന്നും ആലോചിക്കില്ല. എല്ലാവരും കറക്റ്റ് നടുക്കൊണ്ട് സ്റ്റേജ് വെക്കും, ഫോട്ടോസ് എടുക്കും, ഒന്നും കിട്ടില്ല. പിള്ളേർക്ക് അപ്പം തന്നെ മനസ്സിലാകും ഫോട്ടോ നന്നായിട്ടില്ല. സോ അവർ തന്നെ മടുക്കും, ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോയും കൊള്ളില്ല, ഒന്നും കൊള്ളില്ല, ഇത് തന്നെ സംഭവം. അത് അവസാനം പേഴ്സണലായിട്ട് കുറേ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ അമ്പല സ്റ്റേജുകൾ എടുക്കാറില്ല. ഇങ്ങനത്തെ ഞാൻ ആദ്യം തന്നെ ചോദിക്കും ഫ്ലെക്സ് ഉണ്ടോ എന്ന് ചോദിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേണമെങ്കിൽ ലോഗോ വെച്ച് കൊടുക്കാന്ന് പറയും. ഞാൻ ചില ഡാൻസ് സ്കൂളിൻ്റെ ലോഗോ മേടിച്ചിട്ട് ഫോട്ടോയുടെ കൂട്ടത്തിൽ ആ ലോഗോ മാത്രം വെക്കും. എൻ്റെ ലോഗോ ഞാൻ വെക്കാറില്ല, ഞാൻ അവരുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ചിലത് സോൾവ് ചെയ്യും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ഇതാണ്, നമ്മുടെ നാട്ടിലെ ഡാൻസും പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്, പെർഫോമൻസിൻ്റെ വെന്യൂ അവിടെയാണ് നശിപ്പിക്കുന്നത്. ബാക്കി എല്ലാം അടിപൊളിയാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ സ്കൂളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സ്റ്റേജ് എസ്തെറ്റിക്സും കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയാണ്, പക്ഷെ കാണുന്നവർക്കാണ് ഏറ്റവും തോന്നുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്ലെയിൻ ഒരു ബ്ലാക്ക് കർട്ടൻ ഇട്ടാൽ മാത്രം മതി. പ്ലെയിൻ ബ്ലാക്ക് കർട്ടൻ 2 വാം ലൈറ്റ്സ്, ഏറ്റവും സിമ്പിളായിട്ട് നല്ല ഫോട്ടോസ് കിട്ടും, നന്നായിട്ട് കാണുകയും ചെയ്യാം, ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട്. സൈഡിൽ മറ്റേ വിളക്കോ നടരാജനോ അത് അവരുടെ ഇഷ്ടത്തിന് വെക്കാം. ഇതാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സ്റ്റേജാണ്. ഈ ചെന്നൈയിലെ ആംബിയൻസ് തന്നെ ഇവിടെയും കിട്ടും. അതിനുവേണ്ടി ചെന്നൈ വരെ പോയി മാർഗഴിക്ക് പെർഫോം ചെയ്യണമെന്നില്ല, ഇവിടെ തന്നെ ആംബിയൻസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ചെയ്യില്ല.
ശരി. അതാണ് സംഭവം. അത് അതിനോടൊപ്പം തന്നെ ഇപ്പം ഈ ഒരു കാര്യം ഇപ്പോൾ അഡ്രസ്സ് ചെയ്തു. അതിനോടൊപ്പം ഡാൻസേഴ്സ് ഒരു ഫോട്ടോഗ്രാഫറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ മുൻകൂറായിട്ട് ഇന്ന ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശ്രീരാജിന്? ഞാൻ ആദ്യം ഇതുപോലെ തന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ് ഷോട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഡാൻസ് വിളിക്കുന്നു, ഡേറ്റ് നോക്കുന്നു, ഞാൻ ചിലപ്പോൾ ഒരു 1 hour നേരത്തെ ചെല്ലുന്നു, ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എന്തൊക്കെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ആദ്യം ഐറ്റംസിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, വർണ്ണം എന്താണ് അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചെയ്ത് എടുത്ത് പഠിച്ച് വന്നിട്ടാണ് മനസ്സിലാക്കിയത് എന്തൊക്കെ ഐറ്റംസാണ് ചെയ്യണത്. സോ ഇപ്പം ഞാൻ പറ്റുവാണെങ്കിൽ റിഹേഴ്സൽ കാണാൻ പോകും. പ്രത്യേകിച്ച് പ്രൊഡക്ഷനാണ്, പുതിയ വർക്കാണെങ്കിൽ റിഹേഴ്സൽ കാണാൻ പോകും, അല്ലാണ്ട് പോയില്ല ഫോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ തലേന്ന് വിളിച്ച് ചോദിക്കും, അരങ്ങേറ്റമാണെങ്കിൽ എന്തൊക്കെ ഐറ്റംസാണ് ചെയ്യണത്. സോ ചിലപ്പോൾ ഞാൻ ആ പാട്ട് കേട്ടിട്ട് പോകും. വർണ്ണം ഏതാണെന്ന് വെച്ചാൽ ചില വർണ്ണങ്ങൾ ഞാൻ പാട്ട് നേരത്തെ യൂട്യൂബിൽ കേട്ടിട്ട് പോകും. സോ എനിക്ക് കുറച്ചുകൂടി ഒരു ഫാമിലി ആയിട്ട് തോന്നും എവിടെ എടുക്കണം. ചിലതിൻ്റെ സാഹിത്യം പഠിക്കാറുണ്ട്, നോക്കിയിട്ട് വർണ്ണത്തിൻ്റെ സാഹിത്യം നോക്കി എന്താ ചെയ്യണേന്ന് ചിലരോട് ചോദിക്കും, എന്തൊക്കെ സ്റ്റോറി അതിൻ്റെ അകത്ത് വരുന്നത്, അത് നോക്കിയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം എടുക്കാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 2 വർഷം ഒരു ആഫ്റ്റർ ലോക്ക്ഡൗൺ സമയത്താണ് കുറേ പഠിക്കാൻ പറ്റിയത്. കുറച്ച് പഠിച്ചു എന്നുവെച്ചാൽ പണ്ട് എടുത്ത ഫോട്ടോ ഒരുപാട് എഡിറ്റ് ചെയ്യാനുള്ള ഇരിപ്പുണ്ടായിരുന്നു. സോ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നെയും ഡാൻസിലോട്ട് വീണ്ടും ഇഷ്ടം തുടങ്ങിയത്. അതെ, ഞാനിങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ മാർഗഴി കിടക്കാം കേട്ടോ. സത്യം പറഞ്ഞാലേ ഞാൻ ഒരു 3 വർഷമായി ഞാൻ മാർഗഴി മഹോത്സവത്തിന് ഞാനും അരങ്ങേറിയിട്ട്. അപ്പം ഞാനും അങ്ങ് വല്ലാണ്ട് ചെന്നൈ മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം 2025 24 ഡിസംബർ ജനുവരി മാസം അവിടെ ഇല്ലായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മാർഗഴിയും? എവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തു? ഏതൊക്കെയോ സഭകളിൽ പോയി. കൃഷ്ണഗാന സഭ, സഭ, ബ്രഹ്മഗാന സഭ, പിന്നെ മ്യൂസിക് അക്കാദമിയാണ്. പക്ഷേ മ്യൂസിക് അക്കാദമിയിൽ ഇപ്രാവശ്യം ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണുകയും ചെയ്തത്, ഫോട്ടോ എടുത്തില്ല. അവിടെ ടൂ മച്ച് റെസ്ട്രിക്ഷൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 3-4 ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റി, പെർമിഷൻ തന്നിരുന്നു. ഈ വർഷം ടോട്ടലി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. സോ ഇപ്രാവശ്യം ഐ തിങ്ക് ഞാൻ ഏകദേശം 12-13 കച്ചേരി ഫുൾ കണ്ട് പഠിച്ചു തന്നെ. അതെ, കാരണം ശരിക്കും ഇപ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് കുറച്ച് ഇത്രയും ഫോട്ടോ എടുക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ഷൂട്ട്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കാൻ തുടങ്ങി, കൗണ്ട് കുറഞ്ഞു, ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ കൗണ്ട് കുറഞ്ഞു. സോ ക്ലയൻസിനും ഈസിയാണ്, സെലക്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. കാരണം മറ്റേ 2000 ഫോട്ടോസ് കൊണ്ട് കൊടുത്ത് അവരെ കൊണ്ട് സെലക്ട് ചെയ്യിക്കാൻ ഒരാഴ്ച എടുക്കും ഞാൻ. അപ്പം ഇയർലി നേരത്തെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ചില ക്ലയൻസിന് ചില ഫോട്ടോ ഇഷ്ടപ്പെടില്ല. അപ്പം ഞാനിപ്പം കൊടുക്കുന്നത് അവരോട് തന്നെ സെലക്ട് ചെയ്ത് തരുമെന്ന് പറയും. ഫോട്ടോസ് ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കും. എഡിറ്റിംഗ് ചിലപ്പോൾ ഇപ്പോൾ ഈവൻ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എഡിറ്റിംഗ് വേണ്ടത് കേരളത്തിലെ വർക്ക്സിന്. ചെന്നൈ ബാംഗ്ലൂരാണെങ്കിൽ എനിക്ക് അധികം സമയം ഇല്ലാണ്ട് തന്നെ ഫോട്ടോസ് കൊടുക്കാം. അത്ര ക്വാളിറ്റി ലൈറ്റിങ്ങും അവരതിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കും. ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും ചെന്നൈയും ബാംഗ്ലൂരും. കാരണം അവർ ലൈറ്റിംഗ് ഡിസൈനും ഉണ്ട്. കൂടുതലും മാർഗഴിക്ക് പിന്നെ ഫണ്ടും എല്ലാവരും ഫണ്ടഡും ആയതുകൊണ്ടായിരിക്കും. ഫണ്ട് ഒരു പ്രശ്നമാണ് കേരളത്തിൽ. ഫണ്ട് നല്ല പ്രശ്നമാണ്. ഈവൻ ഡാൻസിൻ്റെ ഈവൻ സ്റ്റേജസിൻ്റെ ഫണ്ട് പോലും നല്ല സ്റ്റേജ് ഇവിടെ കൊച്ചിയിലെ 2 സ്റ്റേജേ ഉള്ളൂ. 2ഉം നല്ല റെൻ്റാണ്. സാധാരണ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു പ്രശ്നം. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ സ്റ്റേജുകളാണ്. പക്ഷെ അവിടെ ഉള്ള ലൈറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇവരെല്ലാ ലൈറ്റും വെച്ചിട്ട് അവസാനം ഫ്ലെക്സും വെച്ച് മൊത്തത്തിൽ ഒന്നുമില്ലാണ്ടാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞുകൂടെ നമ്മൾ ഈ സ്റ്റേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, ശ്രീരാജിന് ശരിക്കും ഇതിൽ ഒരു വർക്ക് പേ ഡിസ്പാരിറ്റി ഇതിൽ തോന്നിയിട്ടുണ്ടോ? അതായത് അധികം പേ ഇപ്പോഴും കിട്ടുന്നില്ല. അത് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ് പേയ്മെൻറ്റ്. പക്ഷേ ഒരു പ്രശ്നം ഇപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. സോ ഹോബി ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഫോട്ടോസ് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. സോ ആൾക്കാർ ബോധേഡല്ല, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വെക്കണമെന്ന് അത്രയ്ക്കൊരു ഇത് തോന്നുന്നില്ല. ചില ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് പ്രൊഫഷണൽ ഫോട്ടോ വേണം. ചിലർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ജസ്റ്റ് ഫോർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ട്. ഹോബി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ആ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ റേറ്റ് പറയുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവർ പറയുന്ന ഇതാണ് ട്രാവൽ, മ്യൂസീഷ്യൻസിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അവർ ഫോട്ടോഗ്രാഫറുടെ ബഡ്ജറ്റ് നോക്കുക. സോ അപ്പോൾ തന്നെ ചെറിയൊരു ബഡ്ജറ്റായിരിക്കും. സോ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാനിപ്പോൾ ഫുൾ ടൈം ജോബ് ആകുമ്പോൾ എനിക്കിത് ആ ഒരു റേറ്റിൽ ചെയ്യാൻ പറ്റില്ല.
എന്ന് വെച്ചാൽ ഇതിപ്പോൾ അതൊന്ന് ചെറിയ വെയിറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ ജോബ് ഉണ്ടായിരുന്ന സമയത്ത് IT ജോബ് ഉണ്ടായിരുന്നപ്പോൾ പൈതലായിട്ട് പോകുമ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇവിടെ കൂടുതലും ഫണ്ട് കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. അത് ശരിയാണ്, നമ്മുടെ നാട്ടിൽ ഫണ്ട് സ്പോൺസേഴ്സ് ഇല്ല, ഇവൻറ്റ്സ് ഇല്ല. പക്ഷെ സ്പോൺസേഴ്സ് ഒക്കെ വരും, നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നല്ല സ്റ്റേജ് ഉണ്ടെങ്കിൽ സ്പോൺസേഴ്സ് ഉണ്ടാവും, സ്പോൺസേഴ്സ് വരും. അതിപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡാൻസ് ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ അതിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ്യൂം, ഓർക്കസ്ട്ര, മേക്കപ്പ്, സ്റ്റേജ്, ഫോട്ടോഗ്രാഫർ, ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന 5 ഒരു സെക്ടേഴ്സാണെന്ന് ഞാൻ പറയും, ഫീൽഡാണെന്ന് പറയും ഒരു ഡാൻസ് ഇവൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും. അതിലെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഡാൻസ് ഇവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ഒരു ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഉറപ്പായിട്ടും സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഡ്രസ്സ്, ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ വരുന്നത്. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി വേണമെന്ന് ആഗ്രഹം പലർക്കും ഉണ്ട്. അതിനാകെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുക, ഈ പറയുന്ന പേരൻസിനെ കൊണ്ട് എടുപ്പിക്കുക, കുറച്ച് ഒന്ന് എടുത്ത് വയ്ക്കുക, ഒന്ന് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മെമ്മറി വേണം എന്നുള്ളത് ആണ് ഒരു കാര്യം. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തു, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നൊക്കെ കാണാനുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ പേരൻസിനോടൊന്ന് പറഞ്ഞു വെക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനപ്പുറം ഒരു പ്രൊഫഷണൽ രീതിയിൽ എടുക്കണം എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ അവിടെയും ലാസ്റ്റ് വെക്കുന്നതാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് എനിക്ക് പലപ്പോഴും, ഞാൻ ശ്രീരാജിനെ അങ്ങനെ ഇതാക്കി അങ്ങനെ ഇതിൽ ഞാൻ പറയുന്നതല്ല, എനിക്ക് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അത് എപ്പോഴെങ്കിലും ഒരു ഡാൻസ് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഇതൊരു ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു റിപ്ലൈ, ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡാൻസ് ടീച്ചേഴ്സ് പറയുന്നത് കുട്ടികളുടെ ബഡ്ജറ്റ് ഇല്ല എന്നാണ്. പക്ഷേ പിന്നീട് കുട്ടികൾ സംസാരിക്കുമ്പോഴാണ് വന്നത് ബഡ്ജറ്റൊക്കെ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ അവർ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റുള്ളതാണ് ചൂസ് ചെയ്യുക. അത് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ കൺട്രോളിലല്ല. അത് കോസ്റ്റ് കട്ടിങ് എന്നാണ് പറയുക. സോ ഈവൻ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ സമയത്താണ് ഈ പേ ഫോർ ദി ആർട്ടിസ്റ്റ് എന്നുള്ള സംഭവങ്ങൾ കൂടുതൽ വന്നു തുടങ്ങിയത്. പക്ഷെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കേസിൽ സംസാരിക്കാറില്ല, അധികം പേര് സംസാരിക്കാറില്ല അതിനെക്കുറിച്ച്. അതൊരു സൈഡാണ്, എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് പാർട്ട്. പക്ഷേ ഞാനിപ്പം എനിക്ക് കിട്ടുന്നവർക്ക് ഇപ്പോൾ ചെറുതാണേലും വലുതാണേലും ഞാൻ ഒരേ ക്വാളിറ്റി, ഇപ്പം അരങ്ങേറ്റമാണെങ്കിലും സോ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഡാൻസർ ആണെങ്കിലും ഞാൻ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുക. സോ എനിക്കപ്പം അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ആ ക്വാളിറ്റി കുറച്ച് എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ. ഇപ്പം സോ ഇവർ കുറച്ച് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചല്ല പേ ചെയ്യുക, ഞാൻ ചെയ്യുന്ന വർക്ക് സെയിം ആണ്. അപ്പം എന്നെ ബുക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ പോർട്ട്ഫോളിയോ കണ്ടിട്ടായിരിക്കും ആൾക്കാർ വിളിക്കുക. സോ ഇപ്പം അമ്പലത്തിൻ്റെ സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പറയും എനിക്ക് ഈ ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ പറ്റില്ല, സോ നിങ്ങൾ ആരെങ്കിലും വിളിക്കുമെന്ന് ഞാൻ പറയും. കാരണം ആ സ്റ്റേജിൽ ലൈറ്റിംഗ് അങ്ങനെയാണെന്ന് ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അത്രയും വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇത് വന്നിട്ടുണ്ട്, മനസ്സിലായി. ഇനി ഒരു ക്വിക്ക് സെഗ്മെൻ്റ് ആണ്. അതിൽ ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഏത് 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസിൽ പട്ടേന്ന് ആൻസർ ശ്രീരാജിന് പറഞ്ഞോ. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട വേദി കവർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും എനിക്ക് ഈ വേദി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരിക്കുന്നത് ഏതാണ്, എവിടെയാണ്? മ്യൂസിക് അക്കാദമി, മദ്രാസ്. കവർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ അരങ്ങ് പകർത്തിയപ്പോഴായിരുന്നു? മീനാക്ഷി ശ്രീനിവാസ്. അത് ശരിക്കും മീനാക്ഷി ശ്രീനിവാസിൻ്റെ കവർ ചെയ്തപ്പോൾ ശരിക്കും തോന്നിയിരിക്കുന്ന എന്താണ് അവരുടെ അത്രയും ഒരു സ്പെഷ്യലായിട്ട് തോന്നിയിരിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ആളാണ്. എന്ന് വെച്ചാൽ എവിടെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് കിട്ടുന്നുണ്ട് മീനാക്ഷി ശ്രീനിവാസിൻ്റെ. എവരി പോസ്റ്റേഴ്സ്, എന്ത് പോസ്റ്റർ ചെയ്താലും ഈവൻ ഹാൻഡ് മൂവ്മെൻ്റ് ആണെങ്കിലും എനിക്ക് 1 പിക്ക് കിട്ടാറുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഈവൻ ഐ തിങ്ക് എനിക്ക് ഇപ്പോഴും ഒരു 100+ ഫോട്ടോസ് അൺപബ്ലിഷ്ഡ് ഉണ്ട്. മീനാക്ഷി മാം. അത് ശരി. നെക്സ്റ്റ്, ഡാൻസ് ഷൂട്ടിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ ലൊക്കേഷൻ ഏതാണ്? ലൊക്കേഷൻ ലൈക്ക് അമ്പലം, ഔട്ട്ഡോർ ഷൂട്ട്സിന് 1-2 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ? ഒന്ന് ഹിൽ പാലസ്, പക്ഷേ ഇപ്പം അത് കോമൺ ആണ്, ഒരുപാട് പേരെടുത്തു. പിന്നെ ഉള്ള തഞ്ചാവൂർ. ആക്ച്വലി ഞാൻ പോയിട്ടില്ല, ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. ശരി. തഞ്ചാവൂർ, ചിദംബരം ആ ഏരിയ ആണ് ഏറ്റവും ബെസ്റ്റ്. മാമല്ലപുരം ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ ചെയ്തിട്ടില്ല? ഇല്ല. ഓക്കെ, ഉടനെ കിട്ടട്ടെ. ഡാൻസ്, ഫോട്ടോഗ്രാഫി ഓർ വീഡിയോഗ്രാഫി, ഏതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം? ഫോട്ടോഗ്രാഫി. വൈ? വൺ പ്രോബ്ലം ഈസ് ആക്ച്വലി വീഡിയോഗ്രാഫി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ എക്യുപ്മെൻറ്റ് വീഡിയോഗ്രാഫിക്ക് അത്രയ്ക്ക് സപ്പോർട്ടർ അല്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
ആ പ്രശ്നമുണ്ട്. ശരി. ഡാൻസ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതിൽ ശ്രീജിത്തിന് ഏറ്റവും മനസ്സിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഏതിലാണ്? ഫോട്ടോഗ്രാഫി ആണോ വീഡിയോഗ്രാഫി ആണോ? മനസ്സുകൊണ്ട് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം ചെയ്യാൻ. ആക്ച്വലി കുറച്ച് ചലഞ്ചിങ് ആണ്. സോ ഈവൻ ടെക്നിക്കലാണെങ്കിലും ഡാൻസ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചലഞ്ച് തോന്നുന്നുണ്ട്. വീഡിയോയിൽ എനിക്കത് ചലഞ്ചിങ് ഫാക്ടർ തോന്നുന്നില്ല. ജസ്റ്റ് ശരി, ഒരു ട്രൈപോഡ് വെക്കുന്നു അല്ലെങ്കിൽ സ്റ്റഡി ക്യാം വെക്കുന്നു, ഓൺ ചെയ്യണു, മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറയാണ്. മറ്റേത് ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഇനി 3 പേരുടെ പേര് പറയും. 3 4 പേരുടെ പേര് ഞാൻ പറയും. അതിൽ ഏറ്റവും ഇവർക്ക് ഓരോരുത്തരുടെയും പ്രത്യേകത ശ്രീജിത്തിന് തോന്നിയത് പകർത്തുമ്പോൾ, ആരെങ്കിലും പകർത്തുമ്പോൾ തോന്നിയിരിക്കുന്ന പ്രത്യേകതകൾ പറയാം. ഫസ്റ്റ് ശോഭന മാം. ശോഭന മാമിൻ്റെ പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. കൂടുതലും പോസ്റ്റേഴ്സാണ് ഏറ്റവും നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ രീതിയിൽ. 2 times ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 4 year ബൈക്കാണ്, അല്ലെ 2 year ബൈക്കാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. പോസ്റ്റേഴ്സാണ്. പിന്നെ ശോഭനാവിൻ്റെ ഫോട്ടോസ് കിട്ടുന്നത് കുറച്ച് റെയറാണ്. നല്ല പാടാണ് ഫോട്ടോസ് കിട്ടാൻ, നല്ല ഫോട്ടോസ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ചില ആംഗിൾ, ഏത് ആംഗിളാണെന്ന് പിടിയിട്ടില്ല. ശോഭനാവ് പിന്നെ ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് ഫ്രണ്ട്ലി അല്ല. സോ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാറുണ്ട്. അത് ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. സോ നമുക്ക് അധികം മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ ടൗൺ ഹാളിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷൂട്ട് ചെയ്തത് ശോഭന മാമിന്റെ. അത് ഇഷ്ടപ്പെട്ടു. അത് 2 വർഷം അത് ഇഷ്ടപ്പെട്ടു. അന്ന് കുറെ ഫോട്ടോസ് കിട്ടി. മീനാക്ഷി ശ്രീനിവാസൻ. അത് എന്താന്ന് ചോദിച്ചറിഞ്ഞൂടാ. എവരിതിങ് അബൌട്ട് മീനാക്ഷി മാം. ഐ തിങ്ക് സോ സ്പെഷ്യൽ. ശ്രീജിത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡാൻസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫെൽ ഇറ്റ്സ് മീനാക്ഷി ശ്രീനിവാസൻ. ഐ മീൻ ഓഫ് കോഴ്സ് നമുക്ക് കാണുന്ന എല്ലാവർക്കും, മാമിനെ അറിയാവുന്നവർക്കും നമുക്കറിയാം. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് 2012 ബിനാലയിലാണ്. ഓക്കെ. സോ അന്ന് എൻ്റെ ഇരിക്കുന്നത് ബേസിക് ക്യാമറയാണ്, ബേസിക് ലെൻസ്. ബട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് റോ ഫോർമാറ്റിലാണ്. അന്ന് എനിക്ക് റോ ഫോർമാറ്റ് എഡിറ്റ് ചെയ്യാനൊന്നും വലിയ പരിചയമില്ല. ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഫോട്ടോ ആണ് ഇപ്പോഴും എൻ്റെ വാൾപേപ്പർ. ജസ്റ്റ് ഒന്നുമില്ല, ഇത് സിറ്റിംഗ് പോസ്റ്റാണ്. ജസ്റ്റ് സിറ്റിംഗ് എക്സ്പെക്ടിങ് സമ്മൺ, ആ പോസ്റ്റാണ്. പക്ഷേ അത് ഞാൻ ഒരു ഗ്രീൻ കോസ്റ്റ്യൂം അല്ല, റെഡ് കോസ്റ്റ്യൂം ആണ്. റെഡ് ആണോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോസ്റ്റ്യൂം ഞാൻ അത് തന്നെയാണോ? അത് ഗ്രീൻ അല്ലല്ലേ? ഗ്രീൻ ഇരിക്കുന്നു. ഓക്കെ, വേറെ ശോഭനായിരിക്കും. ശ്രീലക്ഷ്മി ഗോവർദ്ധൻ, കൂച്ചിപ്പുടി ആർട്ടിസ്റ്റ്. ശ്രീലക്ഷ്മി ഗോവർദ്ധൻ മാമിനെ എനിക്ക് വളരെ, എനിക്ക് പേഴ്സണലി ഞാൻ കൂച്ചിപ്പുടി ഡാൻസർ കുച്ചിപ്പുടി അത് ശരി. കുറെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതോ? ഒരുപാട് എടുത്തിട്ടുണ്ട്. 3-4 times. 3-4 അല്ല, അത് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഡാൻസ് ഒരു മാം കളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുച്ചിപ്പുടി നമുക്ക് ഇവിടെ അധികം അത്ര കോമൺ ആയിട്ട് ഇപ്പോഴും വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഭരതനാട്യത്തിന്റെ അത്രയും എത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി ഫോളോ ചെയ്യുന്ന യക്ഷഗാന സ്റ്റൈലാണ്. ട്രഡീഷൻ ശ്രീലക്ഷ്മി മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇവിടെ വാദം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേക ബ്യൂട്ടി തോന്നിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷനാണ് കുച്ചിപ്പുടി ആദ്യമായിട്ട് കാണുന്നത്, യൂത്ത് ഫെസ്റ്റിവൽ സമയത്താണ്. പക്ഷെ ഇത് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തന്നെ. ലാസ്റ്റ് നീന പ്രസാദ്, സെയിം പോസ്റ്റേഴ്സും പിന്നെ മൊത്തത്തിലുള്ള ബ്യൂട്ടി. ഡാൻസിന്റെ മോഹിനിയാട്ടത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീന പ്രസാദാണ്. ഡാൻസ് എടുത്തിട്ടുള്ളത് ഏറ്റവും കണക്ട്. ഈ ആർട്ട് ഫോമുകൾ പലത് എടുത്തപ്പോഴേ, ഇപ്പൊ കൂച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതിനകത്ത് ഏതെടുക്കുമ്പോഴും ഓരോ കലാരൂപത്തിൻ്റെയും പ്രത്യേകത പകർത്തുമ്പോൾ ശ്രീജിത്തിന് എന്താ തോന്നിയിട്ടുള്ളത്? അതിനൊരു ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഭരതനാട്യത്തിനെ ഇത്രയും ഇതാക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കോസ്റ്റ്യൂം ഓരോ പ്രാവശ്യം. ഈവൻ മോഹിനിയാട്ടത്തിൻ്റെ ആണെങ്കിൽ ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. റൈറ്റിൽ നിന്ന് എടുക്കണം, ഞാൻ റൈറ്റിൽ നിന്ന് എടുക്കണം. കെട്ട് വരുന്ന നോക്കിയിട്ട് ഒന്ന് എടുക്കണം. മറ്റേ സൈഡിൽ നിന്ന് ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല. മോഹിനിയാട്ടത്തിൽ അത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുച്ചിപ്പുടി കുറച്ചുകൂടി എന്താണ്, ഭരതനാട്യമാണ് എനിക്ക് കുറച്ചുകൂടി ഏറ്റവും ഇൻട്രസ്റ്റ് ഭരതനാട്യം എടുക്കാനാണ്. കാരണം മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്. പിന്നെ ഏറ്റവും എടുത്ത് പരിചയമുള്ളത് തന്നെയാണ്. പിന്നെ കൂടുതലും ടെക്നിക്കലാണ്. ഇപ്പോൾ മോഹിനിയാട്ടത്തിന് ഷട്ടർ സ്പീഡ് അധികം വേണ്ട, കുറച്ചിടാൻ പറ്റും. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടി വരും, ബേണായി പോവോ, ഹൈലൈറ്റ്സ് ഉണ്ടാവുമെന്ന്. കോസ്റ്റ്യൂം അങ്ങനെ ആയതുകൊണ്ട്. ഭരതനാട്യം പക്ഷേ കുറച്ചുകൂടി സേഫാണ്. വൈബ്രന്റ് കളേഴ്സ് ഒക്കെ കളേഴ്സ് വൈബ്രന്റ് ആണ്, ലൈറ്റിങ് ഓക്കെയാണ്. കൂച്ചിപ്പുടി ഏകദേശം അങ്ങനെ തന്നെയല്ലേ?
കുച്ചിപ്പുടി അങ്ങനെ തന്നെ. കുച്ചിപ്പുടി ഭരതനാട്യം ഓൾമോസ്റ്റ് സെയിം ആണ്. സെയിം അല്ല, എടുക്കാൻ കുറച്ചുകൂടി. കുച്ചിപ്പുടിയും ഭരതനാട്യത്തിൻ്റെയും ഡിഫറൻസ് അറിയാൻ മേലാത്തവരുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുകൾ ഒരുപോലെയാണെന്ന് തോന്നിയിട്ടവരുണ്ടോ? കമൻറ്റ് ബിലോ, എനിക്കതറിയണം. ഞാൻ എപ്പോഴും കൂച്ചിപ്പുടി ആണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ പഠിക്കുന്നത്. അപ്പം കൊച്ചിലെ മുതൽ ഒരു 12ാം ക്ലാസ് വരെ ഞാൻ ഭരതനാട്യം പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ പഠിക്കാനപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഇത് രണ്ടും ആക്ച്വലി സെയിം അല്ലേ? ഇത് രണ്ടും ഓൾമോസ്റ്റ് വലിയ വ്യത്യാസങ്ങളില്ലല്ലോ. യൂത്ത് ഫെസ്റ്റിവലിൽ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ പുതിയ കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. സോ ഭരതനാട്യത്തിൻ്റെയും കുച്ചിപ്പുടിയുടെയും ഓൾമോസ്റ്റ് സെയിം ആണ് തോന്നി തുടങ്ങി. അതാണ് പ്രശ്നം. എനിക്കൊന്ന് യൂത്ത് ഫെസ്റ്റിവലിൽ കൊണ്ടുവന്ന ഇഷ്യൂ ആണിത്. കുച്ചിപ്പുടിയുടെ പഴയ ക്വസ്റ്റ്യൻ നോക്കിയാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. കുച്ചിപ്പുടി ക്വസ്റ്റ്യൂമും ഭരതനാട്യം രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റും. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ ചെയ്യുന്ന ഡാൻസ് ഫോം തന്നെ വളരെ വ്യത്യാസമാണ് ഗൈസ്. അതായത് നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ രീതികൾ മുതൽ നമ്മൾ അതിൻ്റെ സ്റ്റൈല് മുതൽ എല്ലാം സ്റ്റൈല് ഇപ്പം ഭരതനാട്യത്തിൽ എല്ലാം കുച്ചിപ്പുടിയിലും എല്ലാം പല സ്റ്റൈലുണ്ട്. നമ്മൾ ഫോംസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കംപ്ലീറ്റ്ലി വേറെ ആയിട്ടുള്ള രണ്ട് ഇതാണ് ഡാൻസ് ഫോംസ് ആണ്. അതൊരിക്കലും ഒരുപോലേ അല്ല. എല്ലാവരും പറയും ഒരു പ്ലേറ്റ് വെച്ചാൽ അത് കുച്ചിപ്പുടി ആവുകയും മാറ്റിയാൽ അത് ഭരതനാട്യം ആവുകയും ചെയ്യുമോ ഒരേ പാട്ടെടുത്ത് വിട്ടാൽ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല എന്ന് പറയാം. അപ്പോൾ അതൊരു ഞാൻ പലപ്പോഴും ഇങ്ങനെ ആൾക്കാർക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കിങ്ങനെ ചോദിച്ചറിയണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ്ലി നമുക്ക് റാപ്പപ്പ് ചെയ്യാം. വരുന്ന യങ് ഡാൻസ് ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സൊക്കെ ഒരു മേ ബി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ശ്രീജിത്തുമായിട്ട്. അവരോടൊക്കെ എന്തെങ്കിലും ഒരു ടിപ്സ് ഇതൊക്കെ കൊടുക്കാനുണ്ടോ? ആക്ച്വലി ഡാൻസ് കാണുക, കൂടുതൽ ഡാൻസ് കാണുക, അപ്പോൾ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. കൂടുതൽ കണ്ടുപഠിക്കുക. ഫോട്ടോ എടുത്ത് പഠിക്കുന്നതിനെക്കാളും നല്ലത് കാണുക. ആദ്യം കാണുക, മാക്സിമം ഫോട്ടോസ് പ്രോഗ്രാംസ് കാണുക. ഞാനിപ്പോൾ അധികം ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ ഏത് ഡാൻസ് എടുത്താലും ക്യാമറ കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2-3 years ആയിട്ട് ഞാൻ അത് വർക്കല്ല, അസൈൻഡ് വർക്കല്ല എങ്കിൽ ഞാൻ വെറുതെ പോയി കണ്ടിട്ട് വരും. സോ അത് നമുക്ക് പിന്നീട് ബേസിക്കലി അത് സ്റ്റോർഡ് ആവും, എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. നമ്മൾ എഴുത്തുകാരെന്നും വായിച്ചുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, എന്നാലേ നമുക്കത് എഴുതി തെളിയുള്ളൂ എന്ന് MT വാസുദേവനും വളരെയധികം ഫേമസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നും എഴുതിക്കൊണ്ടിരിക്കുക, എന്നും വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെയൊക്കെ അതേ എനിക്ക് തോന്നുന്നു റൂൾ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഓരോ കലാരൂപത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ശ്രീജിത്ത് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് അവസാനം സംസാരിക്കാനും മുഖം കാണിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ റെഡി ആയതിൽ. അതും എൻ്റെ കൂടെ ഷോയിൽ ഇങ്ങനെ ഒരു ബ്രേക്കും കൂടെ തരാമെന്ന് പറഞ്ഞാൽ ദൈവമേ എന്തോ ഈശ്വര എല്ലാം നന്നായിട്ട് പോണേന്നൊക്കെ ഞാനും വിചാരിച്ചു. പക്ഷേ ഐ ഫെൽറ്റ് ശ്രീജിത്തിന് വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കും പേഴ്സണലി തോന്നി. ശ്രീജിത്തിൻ്റെ നിന്ന് മാത്രമല്ല, എനിക്കൊന്നു കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെ വീഡിയോഗ്രാഫേഴ്സ് മൈ ഗോഡ് ശ്രീരാജിൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻ ആയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേയേറെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഒരു വോയിസ് ആണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു. ഒരു താങ്കൾ മാത്രം ഫേസ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കില്ല ഒരു പക്ഷേ. നാളെ ഇപ്പം ഞാൻ ഹരിയോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന മറ്റ് പല ഫോട്ടോഗ്രാഫേഴ്സിനും ഇപ്പോൾ തുളസിയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമായിരിക്കും ഒരു പക്ഷേ എനിക്കും ഇത് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് മീര എന്ന് ചിലപ്പം പറയുന്ന തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. കുറേ ആർട്ടിസ്റ്റുകൾക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ ഇത് കൊണേഴ്ഷ്യസ് ആയിട്ടുള്ളവർക്ക് പോലും ഇത് കാണുമ്പോൾ ശരിയാണല്ലോ നമ്മളും പലപ്പോഴും ഇവരെ മറക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ശ്രീരാജ് നമുക്കിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഈ ഷോയിലേക്ക് വന്നതിലും ഇത്രയും നേരം നമുക്ക് കാര്യമായിട്ട് സംസാരിച്ചതിലൊക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്താണ്. നമുക്കിങ്ങനെ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓഡിയൻസ് എല്ലാവരും. ഓരോ ദിവസം ഞാനിങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു സേ വൺ തിങ് ദാറ്റ് ഇത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക. നമ്മുടെ വ്യൂ കൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ വരുന്നില്ലേ, ആ ബെല്ലൈക്കണിൻ്റെ അതുകൂടെ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ താഴെ ഒരു ആരോ കൂടെ വരും. അത് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരും. ഓൾ പേഴ്സണലൈസ്ഡ് ആണെന്നും പറഞ്ഞിട്ട് അതിൽ ഓൾ കൊടുത്തിട്ട് എല്ലാവരും ഇരുന്നത് കാണണം എന്ന് ഞാൻ വളരെ ഹംബ്ലി റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവറി വൺ. ബിക്കോസ് നമ്മൾ തനിയെ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഒരു സംഭവമാണ് വിത്ത് സോ മച്ച് ഓഫ് പാഷൻ, വിത്ത് സോ മെനി പീപ്പിൾസ് സപ്പോർട്ട്. അപ്പം ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്സോടുകൂടിയും കമൻറ്റുകളോടുകൂടി ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നമുക്കത് അതിനനുസരിച്ച് ഫീഡ്ബാക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി വാല്യൂ തോന്നും.
we'll be coming up with more projects with so much of happiness and contentment. And thank you so much. And നമ്മുടെ എല്ലാ വീഡിയോസും കൂടുതലും വരുന്നത് സാറ്റർഡേയ്സിലാണ്. സാറ്റർഡേയ്സ് ഒരു 1:11 എന്നുള്ളൊരു ടൈമിംഗാണ് നമ്മളിപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ എല്ലാ സാറ്റർഡേയ്സും ഓൾമോസ്റ്റ് എവറി സാറ്റർഡേയ്സ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വീഡിയോ കോണ്ടൻറ്റുമായിട്ട് ലോങ് ഫോമാറ്റ് വീഡിയോ ഓർ ഷോർട്ട് റീൽസ് ഓർ സംതിങ് നമ്മൾ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പേജുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക, നറേഷൻസ് വിത്ത് മീര നായർ എന്നുള്ള പേജുമായിട്ട്. Thank you so much. Until then, it's me, Meera Nair. Thank you, Sriraj. Bye.